സ്തോത്രം. ശ്രേഷ്ഠമായ ദൈവീയ ദൂതുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വൈ റജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പകൽ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ ദൈവത്തോട് ദൈവകൃപയിൽ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി സംസാരിപ്പാനിടയായി. എനിക്ക് ശേഷം ഉച്ച കഴിഞ്ഞ് നല്ലൊരു മീറ്റിംഗ് നടന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആത്മാവിൽ നല്ല ആരാധന വെളിപ്പെട്ട ഒരു നല്ല മീറ്റിംഗ് ഇവിടെ നടക്കുവാൻ ഇടയായി എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രിയ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ അവരെ ചെല്ലുന്ന സ്ഥലത്തും ദൈവകൃപ സൂക്ഷിച്ചു നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗം അവർക്ക് കൃപ നൽകേണ്ടതിനാണ് ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചതെന്നും പറയുവാനിടയായ നല്ല ഒരു ആശയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇവിടെ നാം വായിച്ചത് ദൈവം നമ്മെ നോക്കി പറയുകയാണ്, സ്തോത്രം, ഞാൻ അവന്റെ ദൈവമാണ്. സ്തോത്രം. എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് തമ്പുരാൻ പറയുകയാണ്, എന്നെ നോക്കിയിട്ട് ദൈവം പറയുക, ഞാൻ റജിയുടെ ദൈവമാണ്, ഞാൻ പാസ്റ്റർ കെ എം ജോർജിന്റെ ദൈവമാണ്, ഞാൻ പാസ്റ്റർ ഷിജുവിന്റെ ദൈവമാണ് എന്ന് ദൈവം പറയുകയാണ്. സ്തോത്രം. എന്റെ ദൈവമാണെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം നമ്മളെ നോക്കി പറയുകയാണ്, ഞാൻ അവരുടെ ദൈവമാണ്. സ്തോത്രം. എന്താ കാരണം? ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നത് കൊണ്ട്. അതാണ് വിഷയം. നല്ലത് ആഗ്രഹിക്കുന്നത് ആരാണോ അവരെ നോക്കി ദൈവം പറയുകയാണ്, ഞാൻ അവന്റെ ദൈവമാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും നല്ലത് ആര് ആഗ്രഹിക്കുമോ അവരെ നോക്കി ദൈവം പറയുന്നു, ഞാൻ അവന്റെ ദൈവമാണ്. അല്ലാതെ എല്ലാവർക്കും പറയാൻ കഴിയും ഞങ്ങളുടെ ദൈവമാണത്. പക്ഷെ ദൈവം പറയണം ഞാൻ അവന്റെ ദൈവമാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ജീവിതം നല്ലത് കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ ആട്ടിൽ വന്നിരിക്കട്ടെ, ഞാൻ എപ്പോഴും പോയാലും പറയും തിരുവനന്തപുരം മേയർ എന്റെ പറയത്തില്ല, ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ പറയത്തില്ല, ഒരു ഡിവൈഎസ്പി ഉണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല, അത്യാവശ്യം ജില്ലാ കളക്ടർ നമ്മുടെ അനിയനോ വേർക്കണോ വല്ലോ ആണെങ്കിൽ അല്ലല്ലോ നമ്മൾ പറയത്തില്ലേ? പറയുന്നത് എന്നും അഭിമാനത്തോടായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ? ഓ എന്റെ ഒരു സഹോദരൻ ഒരു കളക്ടർ വഴങ്ങാണ്ട, ഇങ്ങനെ ആരും പറയൂ ഇല്ല, വളരെ പ്രൗഢ ഗംഭീരത്തോടായിരിക്കും പറയുന്നത്. ശരിയല്ലേ? നിങ്ങൾ അങ്ങോട്ട് പറയാം. എന്റെ ഒരു ശൈലി ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ ദൈവം എന്റെ പല ശുശ്രൂഷയ്ക്ക് അപ്പൊ നമുക്കൊരു അഭിമാനകരമായ പദവി വഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ വളരെ കാര്യമായിട്ട് പ്രസന്റ് ചെയ്യും. ഉറപ്പാ. ശരിയല്ലേ? എന്റെ മകൻ പഠിച്ച് വലിയ നിലയിലെത്തി ഇവിടുത്തെ ഒരു മിനിസ്റ്റർ ആയിട്ടിരിക്കട്ടെ, ആകാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്.
സ്തോത്രം. ഇന്നും പകൽ നന്മ രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിന് സ്തോത്രം. 18 വർഷമായിട്ട് എങ്ങനെയാ സഹോദരന്റെ അനുഭവം? ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവം ഇത്രയും കൂടിയായത് ഒരു ചെറിയ ജലദോഷം എങ്ങനെ കൂടെ പോയാൽ മതി. അന്ന് ആരാധന, അന്നത്തെ ആരാധന സിംഗൊക്കെ വായിലൊക്കെ നടത്തി വെച്ചിട്ട് ഒരു പാസ്റ്ററെ ഷൂവിന്റെ വരുന്നില്ല സഭായൊക്കെ എനിക്ക് വേണ്ടിയുണ്ട്. ഈ സഹോദരിയെ പറ്റി നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. 18 വർഷം കൂടിയായ ഈ സഹോദരി, എനിക്ക് തോന്നുന്നു പല മാസന്മാരും വന്ന് തന്നെ ദൈവത്തിന് ഊരുമാറിയില്ല. പക്ഷെ അവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഊരുമാറിയാൽ
ആവശ്യത്തിന് ഇപ്പം നനഞ്ഞു. മാനസാന്തരപ്പെടുകയാണെ വെള്ളത്തിലൊന്ന് മുക്കാം. നനയാൻ വേണ്ടിയാണ് നമ്മൾ നനഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇവൻ ചിരിച്ചോണ്ട് പറഞ്ഞു ഞാൻ മാനസാന്തരപ്പെട്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സ്തോത്രം. ഈ വെറുതെ നനയുന്ന പരിപാടി അല്ല സ്നാനം കേട്ടോ. മോശ വടിയെടുത്ത് വെള്ളത്തേലടിച്ചു, വെള്ളത്തിന്റെ കളറ് മാറി കേട്ടോ, നദിയുടെ കളറ് മാറി. രണ്ടാമത് കയ്പായ വെള്ളത്തിൽ ഒരു കൊമ്പ് വെട്ടിയിട്ടു. അപ്പോ കളറ് മാറിയില്ല, രുചി മാറി. ചിലതിങ്ങനെ കളറ് മാറും രുചി മാറിയല്ല, ചിലത് രുചി മാറും കളറ് മാറിയല്ല. പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. എന്നാൽ കാനാവിലെ ഭവനത്തിൽ യേശു വെള്ളത്തിന്റെ കളറും രുചിയും അങ്ങ് മാറ്റി. അതാ യേശു മാറ്റുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, കളറ് മാറിയുള്ളൂ മോശയുടെ വടിയാ, രുചിയെ മാറിയുള്ളൂ മോശ വെട്ടിയിട്ട കൊമ്പ. ശരിയായിട്ട് കളറും രുചിയും മാറിയോ യേശുവിന്റെ കരമാ. യേശുവിന്റെ കരം വെളിപ്പെട്ടവന് ഒരു പരാതി ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. അവൻ കഴിച്ചാലും കുടിച്ചാലും, അവൻ ഉറങ്ങിയാലും, അവൻ സമ്പാദിച്ചാലും, നേടിയാലും നേടിയില്ലെങ്കിലും അവന് പരാതിയില്ല. അവന്റെ നിറം മാറി, അവന്റെ രുചി മാറി. അവനെ മാറ്റിയത് എന്റെ കർത്താവിന്റെ കരമാ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ കളറ് മാറിയാൽ സ്വഭാവം മാറിയല്ല, സ്വഭാവം മാറിയാൽ രീതി മാറിയല്ല. നമുക്ക് പരാതി പറയാൻ അവകാശമൊന്നുമില്ല, പക്ഷെ പരാതി ഒഴിഞ്ഞ സമയം വിശ്വാസികൾക്ക് ഇല്ല. ഏത് ബൈബിളാണ് അത് പഠിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈബിൾ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഒരു ദൈവദാസൻ പഠിപ്പിക്കുന്നത്, നമുക്ക് പണ്ട് രണ്ടു പാട്ടുണ്ട്, ഇപ്പൊ അത് പാടുന്നില്ല. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. ഞാൻ ആ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാടത്തില്ല. എന്റെ എതിരാളികളോട് ഇടിയിടാനാണോ ദൈവത്തിന് പരിപാടി? അയ്യോ, കർത്താവ് പറഞ്ഞ എന്തുവാ? നിന്റെ ശത്രുക്കളെ സ്നേഹിക്ക്, അവന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്ക്, നിന്റെ ഉടുപ്പ് ചോദിക്കുന്നവന് പുതപ്പും കൂടെ കൊടുക്ക്. ഒരു നാഴിക ദൂരം വരാൻ ഇച്ഛിക്കുന്ന ഒരുത്തൻ ആഗ്രഹിച്ചാൽ 2 നാഴിക 3 നാഴിക പോക. നമ്മൾ പാടുന്നത് എന്താ? ചിന്ന ഭിന്നമായി പോകും. അയ്യോ, എന്നോ പാട്ടായി പാടുന്നത്. കർത്താവ് പറഞ്ഞ ഒരിടത്ത് കിടക്കുന്ന പാട്ട് വേറെടുത്ത്. പ്രിയമുള്ളവരെ, സ്വഭാവവും മാറണം, രുചിയും മാറണം. രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ ഒരു ആത്മീയ സന്തോഷമുണ്ട്. ഇരമ്യാവ് പറയാ, നിന്റെ യൗവനത്തിലെ വിവാഹ നിശ്ചയം ചെയ്ത നാളിലെ ആ സ്നേഹം ഞാൻ എന്ത് ചെയ്യുന്നു? 2-ാം അധ്യായം ഇരമ്യാവ് 2:1 വായിക്കണ്ട, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിന്റെ യൗവനത്തിലെ നിന്നെ വിവാഹ നിശ്ചയം ചെയ്ത നാളിലെ ആ സ്നേഹം ഞാൻ ഓർക്കുന്നു. ഇന്ന് കർത്താവ് ഇരുന്ന് എഫെസോ സഭയോട് പറയാം, നിന്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്നൊരു കുറവ് ഇപ്പൊ സ്നേഹമേ ഉള്ളൂ, ഹമ്മില്ല, ഹമ്മ് പോയി. സ്നേഹമുണ്ട്. ഞാൻ മേളിൽ ചെന്നപ്പോ അവിടെ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എഴുതി വെച്ച നല്ലൊരു പോസ്റ്റ് കണ്ടു. ഇങ്ങനൊരു സഭയുണ്ടെങ്കിൽ നിശ്ചയം മരിച്ചവൻ ഉയർത്തിരിക്കും. സ്വോത്രം ചെയ്യാമോ? ഞാൻ ഈ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട നാളിൽ നമുക്ക് എന്നൂറ് നിഷ്കളങ്കരായില്ലേ? സഭയ്ക്കകത്ത് എങ്ങനെ ഗ്രൂപ്പിസം വന്ന്? ഇവിടെ ഗ്രൂപ്പിസം ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സഭയാണ്. നിങ്ങളുടെ ആരാധന കണ്ടോണ്ടാന്നേ, നല്ല ആരാധനയാണ്, സ്വോത്രം, അത് കണ്ടോണ്ടായ. എങ്ങനെയാ സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം വന്ന്? എങ്ങനെയാ
ചില വ്യക്തികൾ തമ്മിൽ സ്നേഹം വന്നേ. സ്തോത്രം. അയ്യോ അങ്ങനൊന്നും ഇല്ല. ഞാൻ എന്നാലും മറ്റു പലയിടത്തും ഉണ്ട്. കൊരിന്ത്യ സഭയ്ക്ക് ദൂത് എഴുതിയിട്ട് പറഞ്ഞ എല്ലാ സഭയിലും വായിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞോലെ. നിങ്ങളൊന്ന് എന്നോട് കൂടെ ഒന്ന് വാങ്ങേ. നിങ്ങളെന്ത് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ഗ്രൂപ്പിൽ സ്തോത്രം BSNL ഫോൺ എടുത്തേച്ച് എല്ലാവരും ഒരാളെ വിളിച്ചാൽ ദൈവസ്നേഹം ഉണ്ടേ 100 പേരുണ്ട്, 100 പേരെ എന്ത് ചെയ്യണം? 100 പേരെ പോയിട്ട് 3 പേരെ വിളിക്കുന്നില്ല, ആകെ 2 പേരേ ഉള്ളൂ. ഇതെങ്ങനെ ഈ സഭയിൽ വന്നേ? കർത്താവ് പറഞ്ഞു നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ളി വന്ന എങ്ങനെ നമ്മുടെ ഈ കാലത്തിന്റെ എങ്ങനെയാ സഭയിൽ ശണ്ട വന്നത്? എങ്ങനെയാ സഭയിൽ അനൈക്യത വന്നത്? എങ്ങനെയാ സഭയിൽ ഗ്രൂപ്പിസം വന്നത്? എങ്ങനെയാ സഭയിൽ വലിപ്പച്ചെറുപ്പം വന്നത്? ചില വ്യക്തിഗതങ്ങൾ ദൈവസഭയിൽ പാടില്ല. ദൈവസഭയ്ക്ക് യോഗ്യമല്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അന്ന് 10 കിലോ 15 കിലോ അരി കഴുകി വെള്ളത്തിലിട്ട് ഞങ്ങള് അടുക്കി വെച്ച് ദൈവമക്കൾ പ്രാർത്ഥന കഴിഞ്ഞൊരു തീറ്റയും കൂടി എന്നോ സന്തോഷമായിരുന്നു. അറിയാമോ? ഇന്ന് പ്രാർത്ഥന കഴിയുമ്പോൾ പോണം പോണ്ട ഉണ്ടാക്കി വെച്ചേക്കല്ലോ റെഡിമേഡ്. നമുക്കറിയാം 41 ഒരാളെ എത്തില്ല ഈ സഭയുടെ കാര്യം. എന്റെ സഭയിൽ നോക്കുമ്പോൾ 15 ബിസ്ക്കറ്റ് മാത്രം സ്ഥിരം എല്ലാ വീട്ടിലും മാറില്ല. ഞാൻ ഒരു പരിപാടി പദ്ധതി നമ്മുടെ അതിഥി സർക്കാരൊക്കെ പോയി സമ്മതിച്ചാലും ഇല്ലെങ്കിൽ അത് പാസ്മാരെ കണ്ട ഒരു 100 കിലോ. അപ്പൊ പാസ്മാരെ കണ്ട ഞാൻ ശില്പാസ കണ്ടോ
കിടക്കൊന്നും തോന്നരുത്. എന്റെ ചെറുപ്രായത്തിൽ കർത്താവിന്റെ നാളിൽ ഞങ്ങൾ ജീവിക്കുമ്പോ അന്ന് വെക്കുന്ന കല്ലുടെ ആദ്യത്തെ പങ്കെടുത്ത് പാത്രത്തിൽ അടച്ച് ആഹാര സാധനങ്ങളോടുകൂടെ അമ്മ മകളും 3 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന പാർട്ടി കൂടെ കൊടുത്തേക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുത്തു ഇന്ന് കാലം മാറി. ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്കിയോ ഉപദേശമാർക്ക് വല്ല കൊടുക്കണോ? അവർക്കറിയാമോ? അവർക്ക് അറിയത്തില്ല. അത് കണ്ടിട്ടില്ല. പഠിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ അറിയാതെ ദൈവത്തിന്റെ ദൂതന്മാരെ സൽക്കരിച്ചുകൊണ്ട് ആ പഴയ സ്നേഹത്തിലേക്ക് വരണം. അന്ന് ഞങ്ങൾ ബന്ധുക്കാരെ യാക്കോബിൽ പോകുന്ന സമയത്ത് കളിയാക്കും. അന്നൊരു പാട്ട് കപ്പയുള്ള വീട് നോക്കി യോഗം വയ്ക്കണം. യോഗം തീരുമ്പോൾ കപ്പ തീരം. ഇന്ന് തീറ്റയും കൂടിയൊന്നുമില്ല. ഇന്ന് കുർബാനത്തിക്കുന്ന ഒരു പ്രാർത്ഥനയോ വൈദ്യുതിയെ കുറിച്ചുകൊണ്ട് പോയത്. അതെന്ത് പറ്റി? ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. അന്നൊരു കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോൾ അയൽവക്കത്ത് അടുത്തുള്ള വിശ്വാസികളെല്ലാം വീട്ടിൽ വരും. വീട്ടിൽ വന്നത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം ഇന്ന് 4 പേരെ കൂടിയാൽ കുശുക്കുമില്ലായ്മ ഓരോ കുട്ടികൾക്ക് വേണ്ടി ആ സംഘം നടക്കാറില്ല. ഒരു സാരി ഉണ്ടെങ്കിൽ രണ്ടാമത് ഒരു സാരി കിട്ടിയ കേട്ടോ നമ്മുടെ സഭയിൽ ഇങ്ങനെ നോക്കാം. നമ്മുടെ സൗകര്യങ്ങൾ അയ്യോ ആ സൗകര്യം കീറി ഒരു സാരി എന്നാൽ ഞാനില്ല കൊടുക്കാൻ അടുക്കി 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 കളിച്ചാൽ കൊടുക്കുക. എന്നാ വിശ്വാസം എന്നാ വിശ്വാസം എന്തിനായി കളി വെക്കുന്നു? എങ്ങോട്ട് കൊണ്ടുപോകാൻ സന്തോഷമുള്ള ദൈവമക്കളെ അങ്ങനെ വളരണം. ദൈവമക്കൾ അങ്ങനെ ആകണം. ദൈവമക്കള് ആ രീതിയിലേക്ക് സഭ വളരണം. ഇവര് അബ്രഹാമിന്റെ മകനല്ലേ? അധികം നല്ലത് കാണാൻ ഉയർത്തി നോക്കി കർത്താവ് നിന്റെ കൂടെ ഞാൻ പാർക്കാം. എനിക്കുള്ള നിരന്തര പദ്ധതി ഞാൻ കരുതമാർക്ക് ഒന്ന് പറഞ്ഞേ. കളറും രുചിയും മാത്രമേ അടുത്ത പരിപാടി കൊടുക്കാം. കൊടുത്തു നോക്കിക്കാൻ പറ്റത്തില്ല. ഇന്ന് ദശാംശത്തിന്റെ കാര്യമാണ് സഭയിലെല്ലാം പ്രസംഗിച്ചു പോയ മാസ്റ്റർ. ഞങ്ങളുടെ പാസ് നല്ല ദൈവമുള്ള നീക്കവയായിരുന്നു ദിവ്യത്തിൽ. അത് ഖുർആനിലെ ഉപദേശമൊന്നുമല്ല, വേദപുസ്തകത്തിലെ ഉപദേശമാണ്.
ശെഖര്യാവ് പറഞ്ഞൊരു പ്രവാചകൻ ഇദ്ദേഹം ന്യായപ്രമാണം നന്നായിട്ട് അറിയാം, വേദവശം നന്നായിട്ട് അറിയാം, കുർബാന ക്രമം അറിയാം, പൂർവ്വപ്രകാരം ആരാധനയ്ക്ക് പോകുന്നതാണ്. എല്ലാം ശരിയും പുള്ളിക്ക് എല്ലാം അറിയാം, എല്ലാം അറിയാം. ഇനി മുകളിലത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളിലും സകല ന്യായങ്ങളിലും കുറ്റവാളികളാണ്. കാര്യങ്ങളെല്ലാം അറിയാം, ഒരു ദോഷവും പറയാനില്ല. നമ്മുടെ സഭയിൽ പറഞ്ഞാൽ മാന്യനായ ഒരു ദൈവദാസൻ. ശരിയല്ലേ? ഒരിക്കൽ ദൈവത്തിന്റെ നേരിട്ട് വന്ന് മുമ്പിലെത്തി എന്നിട്ട് പറഞ്ഞു, സെഖര്യാവേ, എന്തോ നിന്റെ പ്രാർത്ഥനയ്ക്ക് കുഴപ്പമില്ല. ഒരു കുറവും പറയാനില്ല, എല്ലാ കാര്യവും അറിയാം. പക്ഷെ താങ്കളെ പറയാൻ ആ ഒറ്റ കുഴപ്പമില്ല. എല്ലാം അറിയാം. പക്ഷെ ദൈവം പറയാൻ വേറെ പട്ടണത്തില് മതിയെ പറഞ്ഞു പോയി കേട്ടോ. ഇത് വളരെ വിസ്തരിച്ച് പറയണോ അവരില്ല. 6 മാസമായിട്ട് ഇതേ അതേ ഉടുപ്പ് അതേ പാറ്റും നേരെ ഒരു വ്യത്യാസമാണ്. മതിയെ നിനക്ക് ദൈവത്തിന്റെ അർത്ഥം ലഭിച്ചു. അവർക്ക് ബൈബിൾ അറിയത്തില്ല, വ്യാഖ്യാനങ്ങളൊന്നും ഒന്നും വായിച്ചിട്ടില്ല, ഒരുപാട് കുറവുണ്ട്, ഒരുപാട് കുറ്റമുണ്ട്. പക്ഷെ ദൈവം പറയുമ്പോൾ അതുപോലെ അവരുടെ ദൈവം പോലെ ഞങ്ങൾക്കൊന്ന് ബോധം ചെയ്യാമോ? ഒത്തിരി പഠിച്ചില്ലേ, പറയുന്നതനുസരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു മുഖോടോടെ സംസാരിച്ചു. അവിടെ യേശുവിന് അറിയാവുന്ന വല്ല ഭാഷയോ ഭാഷ കലക്കിയവന് കർത്താവ്. ആ കർത്താവിനെ ഇംഗ്ലീഷ് പറഞ്ഞു നോക്കി. ആ കർത്താവിനെ ഗ്രീക്ക് കൊണ്ട് കഴിപ്പിക്കും. അതാണ് ഭാഷ. കർത്താവ് ഈ മുഖം മനസ്സിലാകുന്ന ലളിതമായ ആ ഭാഷ സംസാരിച്ചോട്ടെ. യാക്കോബ് യോഹന്നാൻ ഞാൻ കണ്ടുപിടിക്കും കേട്ടോ. കർത്താവ് പറഞ്ഞത് എന്നെ അനുസരിക്കാനും
പാളയമുണ്ട്, ഈ പാളയമുണ്ട്, പാളയത്തിന് പുറത്ത് കഷ്ടപ്പെട്ട് യെരൂശലേമിലേക്ക് യേശു വരുന്നു. എന്നും ആഘോഷമായ യേശു. നല്ലവരെല്ലാം കടപ്പുറത്ത് യേശു ഇരിക്കുന്നു, നല്ലവരെല്ലാം പിടിക്കുന്നു, പൊങ്ങുപറ്റിയിരുന്നു, എന്തോ ഓശാന പാടുന്നു, ജയ് വിളിക്കുന്നു, രാജാവാക്കാൻ പോകുന്നു. പട്ടണം ഇളകുന്ന സന്തോഷം. അയ്യോ, നമുക്ക് അങ്ങനെ ഒരു വരവേൽപ്പ് ഇപ്പോഴും ഭർത്താവിനെ ആരാധിച്ചാൽ അങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടണം ആഗ്രഹിക്കാത്ത ആരെങ്കിലും എന്നിട്ട് കർത്താവ് പിറ്റേന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പുറത്തോടൊരു വരവ്. അത് നിങ്ങൾക്ക് അറിയാമോ? കോലുകൊണ്ട് അടിച്ചുറപ്പിച്ച് താടികവും വലിച്ചു പറിച്ച് ശാഖമാരോട് മുതൽ ഉഴവചാലോടെ അടിച്ച് കീറി ലോകത്തിന്റെ മുഴുവൻ പാപവും പിളർന്ന കുരിശും ചുമരിൽ വെച്ചുകൊണ്ട് സന്തോഷിച്ച് യെരൂശലേമിലേക്ക് പോകുന്ന ഒരു പോക്കാണോ, അതോ അടിയേറ്റവരായി ഇറങ്ങി വരുന്ന യേശുവിന്റെ കൂടെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? പ്രശ്നമില്ലാത്തൊരു ജീവിതമാണോ, പാളയത്തിന് പുറത്തെ കഷ്ടമാണോ? ഇസ്രായേലിലെ വലിയ ധനത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം നൽകിയ മോശയെ പോലെ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് സുഖവും സൗകര്യവും ഒക്കെ തന്നത് ദൈവത്തിന്റെ കൃപയാണ്. എന്നാൽ ആ സുഖത്തിനും സൗകര്യത്തിനുമല്ല, അത് നമുക്ക് തന്നത് ദൈവത്തിന്റെ നീതിയാണ്. അവൻ നമുക്ക് വേണ്ടി പാപമായി
എന്നാൽ ശലോമോനെ പോലെ ജ്ഞാനത്തിൽ മറ്റൊരു ലോകത്തില്ല. ഭൂമിക്ക് മുകളിലുള്ളതറിയാം, ആകാശത്തിന് കീഴിലുള്ളതറിയാം, പാതാളത്തിനകത്തുള്ളതറിയാം, എല്ലാം അറിയാം. ഒരു അവതാരം ഒരു മനുഷ്യൻ വെച്ചാൽ ആത്മാവ് എങ്ങോട്ട് പോകുന്നത്, മേപ്പോട്ട് പോകും, ഇപ്പോൾ പോകും, ആർക്കറിയാം? പുള്ളിക്ക് എല്ലാം അറിയാം. എങ്ങോട്ട് പോകുന്ന എല്ലാം നേടിയിട്ട് എങ്ങോട്ട് പോകുന്ന ഒരു അറിവ് നേടിയില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. നട്ടതും നനയ്ക്കുന്നതും വിറയ്ക്കുന്നതും തിന്നുന്നതും കിടക്കുന്നതും കൊടുക്കുന്നതും എല്ലാം അറിയാം. പക്ഷെ ചത്ത് കഴിയുമ്പോൾ എങ്ങോട്ട് പോകും? മേപ്പോട്ട് പോകിപ്പോട്ടും ആർക്കറിയാം? അതല്ല, അതറിയേണ്ടത്. അധികം നല്ലത്. അധികം നല്ലത്. അതിനെന്ത് വേണം? കാര്യം ദാവീദ് അവിടെയും പോയി ഇവിടെയും പോയി എന്തൊക്കെയോ പറ്റിയൊക്കെ വന്നെങ്കിലും പുള്ളിയെയാണ് ഇസ്രായേലിന്റെ അളവുപോലാക്കി വെച്ചേക്കുന്നത്. സ്കെയില്. എന്താ കാരണം? അതിലും അറിവുള്ളവനല്ലയോ ശലോമോൻ? ആലയം പണിതവനല്ലേ? എന്തെല്ലാം കാര്യം. എന്താ പോയത്? കാര്യം എന്താ? ഈ ദാവീദിന് നല്ലൊരു ഉപദേശി ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഉപദേശി, നാഥാൻ പ്രവാചകൻ. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയ ഉപദേശി എന്ന് പറയും, കുഞ്ഞേ നിന്നെ ദൈവം ആഗ്രഹിക്കുന്നയാ, നീ ഇങ്ങനൊന്നും പോകരുത്, നിന്റെ മുടി ഇങ്ങനെ വെട്ടരുത്, നിന്റെ താടി ഇങ്ങനെ വടിക്കരുത്, നിന്നെ അവിടെ നിന്ന് കാണരുത് എന്ന് ഉപദേശി എന്ത് ചെയ്യും? പറയും. ദാവീദ് അത് കേട്ട് അനുസരിക്കും. ഇല്ല, പുള്ളിക്ക് ഉപദേശില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പിടി കിട്ടിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഉയർച്ചയ്ക്ക് ഒരു ഉപദേശി ആവശ്യമാണ് കേട്ടോ. നിങ്ങൾ എന്തോരം പഠിച്ചാലും തമ്പുരാന്റെ ഉയർച്ച പ്രാപിക്കണേ ഒരു ഉപദേശി ആവശ്യമാണ്. ചിലപ്പോൾ കാണാൻ പേഴ്സണാലിറ്റി ഒന്നുമില്ല. ഞങ്ങളുടെ ശിശു പാസ്റ്റർ അല്ല, യോഗ്യനായ പാസ്റ്റർ, നല്ല മിടുക്കൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ഉപദേശി വേണം, ഉപദേശിക്കാൻ ഒരാള് കേട്ടോ. മക്കളെ, നിങ്ങൾ പോകുന്ന വഴിയെല്ലാം എങ്ങനെ പോകണമെന്ന് ഉപദേശിക്കുന്ന ഒരു ഉപദേശി വേണം കേട്ടോ. ഇല്ലെങ്കിൽ ശലോമോൻ പോയതുപോലായി പോകും. പുള്ളിക്ക് പോലും പിടിയില്ല എങ്ങോട്ട് പോകുന്നു. അങ്ങനെ പോകുന്നവരാരും ഈ പാളയം സഭയിൽ ഉണ്ടാകരുത്. അവരോ അധികം നല്ലതിനെ, ഒന്ന് പറഞ്ഞേ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നത് കൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലക്ഷിക്കുന്നില്ല. നമ്മുടെ ദൈവം നമ്മളെ നോക്കി പറയട്ടെ, എൻ്റെ മകനാ. ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് എൻ്റെ പൈതലാ. ആ ബീച്ചിൽ തിരമാല കണ്ടുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ പൈതലാ. കോളേജ് ക്യാമ്പസിൽ നിൽക്കുന്നത് എൻ്റെ പൈതലാ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പറയാൻ തക്കവണ്ണം ബീച്ചിലും തിരമാലയിലും തമ്പാനൂരും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നിൽക്കണം. പിടികിട്ടിയവർക്കായി സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്വീകരണം വലുതൊന്നും കിട്ടിയില്ലെങ്കിലും യേശുവിന്റെ നിന്ന് വലിയ ധനമെന്നെണ്ണി കർത്താവിനോടുകൂടെ ജീവിപ്പാൻ, നിത്യതയിൽ ഒരുമിച്ച് കാണുവാൻ, പ്രത്യാശയുടെ തുറമുഖത്ത് ആ പാട്ട് പാടുമ്പോൾ ഇവരിയ്ക്കുന്ന എല്ലാ മുഖങ്ങളെയും കാണുവാൻ, ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ എന്റെ യേശു വരുവാൻ സമയമായി. ഒരുങ്ങാം, വിശുദ്ധിയെ തികച്ച് നിർമ്മലനായി കർത്താവിനോട് ജീവിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവദൂതന് മുമ്പായിട്ട് അല്ലെങ്കിൽ ദൈവശബ്ദത്തിന് മുമ്പായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാമല്ലോ. സ്തോത്രം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായ തന്നെ കാംക്ഷിക്കുന്നുവെന്ന് ഹല്ലേലൂയ നാം കേൾക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിലനിൽപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ദൈവം നമ്മെ നോക്കുമ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവളെൻ്റെ പ്രിയപുത്രി എന്ന് വിളിക്കത്തക്കവണ്ണം സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് സൂക്ഷിപ്പാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ ഐക്യതയോടെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്നേഹത്തോടെ സഭയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കൂട്ടായ്മ ആചരിച്ച് ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ നിലനിൽപ്പാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ അനുസരിക്കാൻ ഒരു നല്ല മനസ്സ് ദൈവം നമുക്ക് നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ സന്ധ്യാസമയം ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ശുശ്രൂഷിപ്പാനായിട്ട് ഇത്രത്തോളം ദൈവം ബലപ്പെടുത്താനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ. ഇപ്പോൾ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ കെ എം ജോർജ് മുന്നോട്ട് കടന്നൊന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നിർത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാലെ സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമ വിശ്വാസ വീരന്മാർ ഹല്ലേലൂയ അവർ ഏറ്റവും അധികം നല്ലതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ കാംക്ഷിച്ചിരുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മോശ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. പ്രതിഫലം നോക്കിയതുകൊണ്ട്
ആലേലിയ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്ന നിരസിച്ചു. ആലേൽ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് ആലേലിയ മോശ കാണുവാൻ കൊണവടിയായി തീർന്നു. മോശയെ പോലുള്ള കാഴ്ചപ്പാട് ആലേലിയ ഞങ്ങളുടെ ജീവിതത്തിലും തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞത്, ആലയിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് യേശു അരുളിച്ചതിനാലെ സ്തോത്രം. കർത്താവേ, നീ ഏറ്റവും ഹല്ലേലൂയ വേഗത്തിൽ വരുവാൻ പോകുന്നതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവസഭയ്ക്ക് നീ സ്നേഹിക്കുന്നവർക്ക് സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കാലെ സ്തോത്രം. സ്ഥലം ഒരുക്കിയാൽ ഹല്ലേലൂയ അവരെ ചേർക്കുവാൻ ഹല്ലേലൂയ വീണ്ടും യേശു വരുവാൻ പോകിയാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഒരു സ്വർഗീയ നഗരം, പുതിയ യെരുശലേം എന്ന സ്വർഗീയ നഗരം ഹല്ലേലൂയ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനാലെ സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത, കക്ഷതയില്ലാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ എന്നേക്കും നിലനിൽക്കുന്ന ഒരു നഗരം ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനാലെ സ്തോത്രം. ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന നഗരങ്ങളില്ല, എല്ലാം താൽക്കാലികമാകിയാലെ സ്തോത്രം. എന്നാൽ നിലനിൽക്കുന്നത് ഹല്ലേലൂയ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനാലെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വരവിനായി ഒരുങ്ങി ഹല്ലേലൂയ ഉണർന്ന് കാത്തിരിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ, യേശുവിനെ ഹല്ലേലൂയ സ്നേഹിക്കുവാൻ, യേശുവിനോട് കൂടെ നടക്കുവാൻ ഹല്ലേലൂയ പൈതങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ദാവീദിന് ഒരു ഉപദേശി ഉണ്ടായിരുന്നതുപോലെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അവരെ ഉപദേശിച്ച് നടത്തുവാൻ, ദിനം പ്രതി ഹല്ലേലൂയ വഴി നടത്തുവാൻ മതിയായ കർത്താവിനെ ഹല്ലേലൂയ അവരുടെ സ്നേഹിതനായി, കൂട്ടുകാരനായി കരുതിക്കൊള്ളുവാൻ ഇടയാക്കണമേ. തലയായി അവനെ മുറുകെ പിടിക്കുവാൻ ഹല്ലേലൂയ വൈദ്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിശുദ്ധ ജീവിതം നയിച്ച് യേശുവിനെ പ്രസാദിപ്പിച്ച് ഹല്ലേലൂയ നല്ലൊരു അന്തം പ്രാപിപ്പാൻ ഇടയാക്കണമേ. യേശുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഹല്ലേലൂയ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ കരങ്ങളെടുത്തവൻ ഹല്ലേലൂയ വിദ്യാഭ്യാസമില്ലാത്ത, ഹല്ലേലൂയ അറിവില്ലാത്തവനെ ഹല്ലേലൂയ അപ്പോസ്തലനായി ഉയർത്തിയ ദൈവം ഈ പൈതങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ സാക്ഷികളാകുവാൻ ഹല്ലേലൂയ നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിവില്ലാത്തവന് കഴിവ് കൊടുക്കുന്നവൻ, അറിവില്ലാത്തവന് അറിവ് കൊടുക്കുന്നവൻ, ഹല്ലേലൂയ ശുശ്രൂഷയില്ലാത്തവന് ശുശ്രൂഷയ്ക്ക് പ്രാപ്തി കൊടുക്കുന്നവൻ ഹല്ലേലൂയ യേശുവാകയാല് കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ വൈദ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജീവിതങ്ങളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ഈ ദിവസങ്ങളിൽ കേട്ട വചനം അവർക്ക് ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിനും ഹല്ലേലൂയ പുതുക്കത്തിനും ഹല്ലേലൂയ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ രുചിക്ക് വ്യത്യാസം, ഹല്ലേലൂയ കളറിന് വ്യത്യാസം, ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി തീർന്നു. ഏറിയ പുതുക്കം ഹല്ലേലൂയ ജീവിതത്തിലെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാലെ സ്തോത്രം. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ഇപ്പോൾ നിന്റെ ജനത്തെ സമാധാനത്തോടെ പറഞ്ഞയക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് പഠിച്ച എല്ലാ വിഷയങ്ങളോടും പുരോഗമനവിസ്തന്മാരോടും പ്രത്യേകിച്ച് യുവജനങ്ങളോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ.